നാളെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്തിനാ സർ? ആ, പുറത്തു പോയിട്ട് തനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാടോ. എനിക്ക് എന്തിനാ ഇപ്പൊ ഡ്രസ്? അതല്ലടോ, ഈ രാത്രിയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിട്ടേ നല്ല കോട്ടന്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. ഈ നൈറ്റ് ഡ്രസ് പോലത്തെ. അയ്യേ, എനിക്കൊന്നും വേണ്ട. ആ, ഈ നൈറ്റ് ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോ ഉടനെ തന്നെ അയ്യെന്ന് പറയേണ്ട കാര്യം എന്താ? എടോ, ഇപ്പൊ എന്റെ ഷർട്ട് എടുത്തിട്ടിട്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എടോ, ഇതുപോലത്തെ നൈറ്റ് ഡ്രസ് കിട്ടും, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. എന്നാലേ എനിക്ക് വേണ്ട. അല്ലെങ്കിലും ഈ ഡ്രസ് സെൻസിന്റെ കാര്യത്തിൽ തന്നെ എനിക്കൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. അതുപോലെ തന്നെ താനെന്തിനീ മുഴുവൻ നേരം സാരി എടുത്തുകൊണ്ട് നടക്കുന്നേ? തനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? മാറ്റിയിട്ടെന്താ? വേണമെങ്കിൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ എടുക്കാം. ജീൻസും ടോപ്പോ ചുരിദാറോ അങ്ങനെ എന്തേലും. സാറിന്റെ പ്രശ്നം എന്താ? എനിക്ക് ഞാനിടുന്ന ഡ്രസ്സുകളെല്ലാം ഓക്കെ. ഇനിയിപ്പോ അത് മാറ്റാനൊന്നും നിൽക്കണ്ട. പിന്നെ സാറിന്റെ ഡ്രസ്സ് ഞാനൊരു കൗതുകത്തിനെടുത്തിട്ടു എന്നുള്ളത് ശരിയാ. എന്ന് കരുതി അതുപോലത്തെ ഡ്രസ്സ് എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായിട്ടൊന്നല്ല. ഞാനത് ഇപ്പൊ തന്നെ ഊരിയേക്കാം. അതിപ്പോ ഊരണ്ട. വേണ്ട സർ, ഊരാ. അതൊന്ന് കൈയെടുക്കില്ലേ? വേറെ ഡ്രസ്സൊന്നും പോയി വാങ്ങിക്കണ്ട. ഇതുപോലെ തനിക്ക് തോന്നുമ്പോ എന്റെ ഡ്രസ് എടുത്തിട്ടോ. ഒരു ദിവസം സാർ ഓഫീസിലേക്ക് പോകുമ്പോ ഞാൻ കോട്ടും സൂട്ടും ഒക്കെ എടുത്തിടും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എനിക്ക്? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കി തരാടോ. അയ്യോ, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. എന്ത് ചോദിച്ചാലും അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് ഞാൻ കൺമുമ്പിൽ ഇല്ലാത്തപ്പോ കണ്ണാടി നോക്കി എല്ലാം അങ്ങ് വിളിച്ചു പറയും. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനുമില്ല. അതെന്തൊരു പരിപാടിയാടോ? അതൊക്കെ ഞാൻ വെറുതെ ചെയ്യുന്നല്ലേ സാർ. സാർ കിടന്നോ? അതെന്താ എന്റെ സംസാരം ബോറടിച്ചു പോയാ? സാറിന്റെ സംസാരം ബോറടിക്കാനോ? എനിക്കോ? അതെ, ഈ സാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്താ ചെയ്യുന്നേ? ഒരു പ്രത്യേകതയില്ലാത്ത എന്നെ കുറിച്ച് പത്മ മാഡത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നന്ദിനി അത് ചെയ്തു, ഇത് ചെയ്തു, മല കയറി, കുളത്തിൽ ചാടി എന്നൊക്കെ പറയുന്നില്ലേ? അതെന്തിനാ? എടോ, അത് ഞാൻ ചുമ്മാ വിളിച്ചു പറയുന്നൊന്നുമല്ല. തനിക്കുള്ള ക്വാളിറ്റീസ് ആണ് ഞാൻ വിളിച്ചു പറയുന്നത്. സാറിന് രാവിലെ എഴുന്നേക്കണ്ടല്ലേ? കിടക്കുന്നില്ലേ സർ? കിടക്കാം. പക്ഷേ എന്താ സർ? ഒന്നുമില്ല, കിടക്കാന്ന് പറഞ്ഞതാ. എന്നാ കിടന്നോ. ഓക്കേ, ഗുഡ് നൈറ്റ്. പിന്നെ രാത്രി സംസാരിക്കണം തോന്നുകയാണെങ്കിൽ എന്നെ വിളിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് രണ്ടാളുടെ റോൾ ഒന്നും ചെയ്യണ്ട. കേട്ടാ? അതെ, താൻ എന്നെ പോലെ അഭിനയിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ തല കുത്തി നിന്നാലും തന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. അതേ, എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. വിളിക്കുമല്ലോ അല്ലേ? വിളിക്കാൻ തോന്നുമ്പോഴൊക്കെ വിളിക്കാം. പറയാൻ തോന്നുമ്പോഴൊക്കെ പറയാം. കണ്ണിൽ നോക്കിയിരിക്കാൻ തോന്നുമ്പോഴൊക്കെ നോക്കിയിരിക്കാം. എന്താടോ തുടങ്ങിയോ തനിച്ചിരുന്നുള്ള സംസാരം? ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞതാ. ഈ ഗുഡ് നൈറ്റ് എന്ന വാക്കിനെ ഇത്രയും നീളമൊന്നുമില്ല. എനിക്കറിയാം കേട്ടോ. എന്ത്? എല്ലാം അറിയാം, നന്നായിട്ട് അറിയാം. കിടന്നോ.